നമസ്കാരം, സുഭാസാറാണ്. നമ്മുടെ ഈ വർഷത്തെ കീമുമായിട്ട് ബേസ് ചെയ്യുന്ന വീഡിയോസുകൾ നമ്മൾ ഓൾറെഡി തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. എക്സാമിനേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫോമൊക്കെ. ഇന്ന് മുതലുള്ളത് ഇനി മറ്റുള്ള കാര്യങ്ങളാണ്. മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് നേരിടാത്ത പ്രശ്നങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇനി ശ്രദ്ധിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇനിയുള്ള നിങ്ങളുടെ ഓരോ നീക്കങ്ങളും. ആ നീക്കങ്ങൾ, ആ മൂവ്മെന്റ്സുകളെല്ലാം നിങ്ങളുടെ ഓരോ രീതി കൂടെ മാറ്റം വരുത്തുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയില്ല. അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാനലിൽ കൂടെ ഇനിയെല്ലാം കറക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. എല്ലാവരും മാക്സിമം ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷന്റെ ടൈം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ കൂടെ കൃത്യമായിട്ട് തരും. നമുക്ക് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് കീമിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒത്തിരി ഉണ്ട്. ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയേക്കുന്നത് ഏത് റാങ്കിനുള്ളിൽ വന്നാൽ ഒരുവിധം നല്ല കോളേജ് കിട്ടും. അപ്പൊ നമ്മളായിരിക്കും കോളേജൊക്കെ മറ്റുള്ളവരും പൂട്ടിപ്പോകുന്നില്ലേ? അതല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോ +2 പഠിക്കുമ്പോൾ ഒരു സ്കൂൾ, നമ്മുടെ അടുത്തുള്ള ഒരു സ്കൂൾ എന്നുള്ളത് എല്ലാവരും നോക്കുന്നുള്ളൂ. അതിനുള്ളിൽ പിന്നെ ഒരു നല്ലൊരു സ്കൂൾ നോക്കി നമ്മൾ അങ്ങ് തിരഞ്ഞെടുക്കും അവരവരുടെ മാർക്കിനനുസരിച്ച്. അവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, നന്നായിട്ട് പഠിക്കുക, ഒരു നല്ല മാർക്കോടുകൂടി പാസ്സാവുക. പക്ഷെ ഇനി അങ്ങനെയല്ല. ഒരു കീം എഞ്ചിനീയറിംഗ് എൻട്രൻസ് വഴി നമ്മൾ കയറി വരുമ്പോൾ ആ ബിടെക്കിന് ജോയിൻ ചെയ്ത് കിട്ടുന്ന കോളേജ് ഇമ്പോർട്ടൻ്റ് ആണ്, കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അവിടുന്ന് കിട്ടുന്ന മാർക്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ പല കോഴ്സുകൾക്കും പല രീതിയിൽ കൂടെയാണ് ഓരോ കോളേജിലെയും അഡ്മിഷൻ നടക്കുക. അല്ലാതെ ഒരു കോളേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയല്ല. ചില കോളേജുകൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോഴ്സ്. ഇപ്പൊ നമുക്ക് എൻ്റെ അടുത്തുള്ള ഒരു കോളേജാണ്, ചെങ്ങന്നൂറുള്ള ഒരു കോളേജ് ഉണ്ട്, IHRDയുടെ കോളേജാണ്. ആ കോളേജ് വളരെ ഫേമസ് ആണ്. എന്തിൽ മാത്രം? കമ്പ്യൂട്ടർ സയൻസിനാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ മറ്റുള്ള കോഴ്സുകളൊക്കെ അവിടെ ഇല്ലയോ, അവിടെ പഠിക്കുന്നില്ലയോ കുട്ടികൾ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അവിടെ കമ്പ്യൂട്ടർ സയൻസിന് ഭയങ്കര ഫേമസ് ആണ്. എന്താ ഈ ഫേമസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അവിടെ കൂടുതൽ ക്യാമ്പസ് സെലക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയാ. അപ്പം ഇലക്ട്രോണിക്സിനുള്ളത് വേറെ ഒരു കോളേജിലായിരിക്കും ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇവിടെ ഇലക്ട്രോണിക്സ് ഉണ്ട്, പക്ഷെ ഇതിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രയോജനം അല്ലെങ്കിൽ ഇത്തിരിയുടെ കൂടുതൽ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ക്യാമ്പസ് സെലക്ഷൻ കൂടുതലുള്ള ഇലക്ട്രോണിക്സിന്റെ വേറെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ കോളേജിനും ഓരോ രീതി കൂടെയാണ് ഇമ്പോർട്ടൻസ്. നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ പെർഫോമൻസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് റാങ്കിങ്ങിൽ ഏറ്റവും ഫസ്റ്റ് വന്നേക്കുന്ന കോളേജ് CET ആണ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അപ്പൊ അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എത്രയാണെന്ന് കേട്ടാൽ നമുക്ക് തന്നെ അത്രയൊക്കെ കിട്ടിയാൽ നമുക്ക് കിട്ടുമോ? ശരിയാണ്. നമുക്കൊരു 2000 താഴെ വന്നെങ്കിലേ അവിടുത്തെ പല കോഴ്സുകളും നമുക്ക് കിട്ടത്തുള്ളൂ. കീമിന് 2000 താഴെ റാങ്ക് വരണം. അപ്പൊ നമുക്ക് എത്ര റാങ്കിനുള്ളിൽ ഒരു നല്ല കോളേജ് കിട്ടാം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം. നമുക്ക് ഏകദേശം ഒരു 20,000 താഴെയാണെങ്കിൽ ഓക്കെ, 20,000 നിൽക്കുന്ന ഒരു റാങ്ക് ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ കേരളത്തിൽ നിന്ന് നന്നായിട്ട് ഒരുവിധം നമുക്ക് ബിടെക് കഴിഞ്ഞിറങ്ങാം. 20,000 താഴെ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ 20,000 മേളിൽ പോകുന്നവരൊന്നും ഇനി കോളേജ് ജോയിൻ ചെയ്തിട്ട് കാര്യമില്ലയോ? അങ്ങനെയല്ല. നമുക്കൊരു സെക്യൂരിറ്റി കിട്ടുന്ന രീതിയിൽ കൂടെ കോഴ്സും കോളേജും ഒത്തൊരുമിച്ച് കിട്ടാൻ ഏകദേശം ഇത്രയെങ്കിലും കിട്ടണം. 10 താഴെ വരുവാണെങ്കിൽ ഭയങ്കരമാണ്, നല്ലതാണ്. അപ്പൊ ഇതെല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ലല്ലോ. 10,000 താഴെ എല്ലാവർക്കും വരുമോ? ഏകദേശം 95,000 1 lakh ആൾക്കാർ എഴുതുന്നതാണ് കേട്ടോ. 95,000-ന് 1,00,000-ന് ഇടയ്ക്ക് ആൾക്കാർ എഴുതുന്നതാണ്. അതിൻ്റെ അതൊന്നും ഒരു 35,000-ഓളം മിക്കവാറും എന്തായി പോവും, കിട്ടാതെ വരും, മീൻസ് ക്വാളിഫൈഡ് ആവാതെ വരും. ബാക്കിയുള്ളവരിൽ ഒരു 65,000, 60,000 അല്ലെങ്കിൽ 55,000 അത്ര ആൾക്കാർ ക്വാളിഫൈ ചെയ്യാറുള്ളൂ. അപ്പൊ അതിനുള്ളിൽ നിന്നും നമ്മളൊരു 10,000 താഴെ എത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പം നമുക്കൊരു 20,000 ആണ് ഞാൻ പറഞ്ഞത്, വലിയ കുഴപ്പമില്ലാത്ത ഒരു കോളേജും അത്യാവശ്യം നല്ലൊരു കോഴ്സും കിട്ടും. 10,000 താഴെ വരുമ്പോഴത്തേക്കും നല്ലൊരു കോളേജ്, നമുക്ക് ബെറ്റർ കോളേജ്, ഇത്തിരിയുടെ നമുക്ക് സെക്യൂരിറ്റി ഉള്ള കോളേജ് കിട്ടും. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ 10,000 നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് എത്ര എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. 10,000 താഴെ നമുക്ക് റാങ്ക് വരണമെന്നുണ്ടെങ്കിൽ 600-ൽ ഒരു 360-നും 380-നും ഇടയ്ക്ക് നമ്മുടെ കീം സ്കോർ എത്തണം. അപ്പൊ ഈ കീം സ്കോർ 600-ൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ കീം എൻട്രൻസിന്റെയും നമ്മുടെ +2-ന്റെയും കൂടെ ചേർത്തുള്ള മാർക്ക് 600-ലാക്കുമ്പോഴാണ് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ചുള്ള എല്ലാ വീഡിയോ വരും കേട്ടോ. അപ്പോൾ കീമിന്റെ സ്കോർ 600-ൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കീമിന്റെ മാത്രം എൻട്രൻസിന്റെ മാത്രമല്ല, കീമിന്റെയും +2-ന്റെയും കൂടെ മാർക്ക് ചേർത്ത് 600-ലാക്കുമ്പോൾ ഫൈനൽ സ്കോറിനെ കുറിച്ചാണ് പറയുന്നത്.
അതൊരു 360 to 380 ആണെങ്കിൽ നമുക്ക് ഏകദേശം 10,000-നുള്ളിൽ കിട്ടും. ഈ 10,000-നുള്ളിൽ കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു കോളേജ് സെലക്ട് ചെയ്യാം. ഇന്ന കോളേജ് എനിക്ക് വേണം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇല്ലെങ്കിൽ അവർ തരുന്ന ഒരു കോളേജ് അല്ലെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്ന കോളേജ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഇന്ന കോളേജിൽ പഠിക്കണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യണം. ഇനിയുള്ള ദിവസങ്ങൾ ഏകദേശം നമുക്കൊരു 30 ദിവസം ഏകദേശമുണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സാം തുടങ്ങും. ഈ 30 ദിവസത്തിനുള്ളിൽ ഇത് നിങ്ങൾക്ക് നേടാൻ വളരെ ഈസിയാണ്. പക്ഷെ ടൈം നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യണം. കഴിഞ്ഞ വർഷമാണെങ്കിൽ ഇതിനും കൂടുതൽ സമയം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 25 ദിവസം കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഈ വർഷം അത്രയില്ല. എന്തായാലും നമുക്ക് തീർത്തേ പറ്റൂ. ഈ 30 ദിവസത്തിനുള്ളിൽ ഈ റാങ്കിനെ താഴെ കിട്ടണമെങ്കിൽ ഇത് കിട്ടണം. ഓക്കെ, 20,000 വരെയുള്ള റാങ്കുകാർക്ക് വലിയ മോശമില്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പല കോഴ്സുകളുണ്ടല്ലോ. ഏതാ? കമ്പ്യൂട്ടർ സയൻസ്, സെക്കൻഡ് ഇലക്ട്രോണിക്സ്, പിന്നെയുള്ള മെക്കാനിക്കലുണ്ട്, സിവിലുണ്ട്, AI ഉണ്ട്, ഒത്തിരി ഉണ്ട്. പക്ഷെ എല്ലാ കോഴ്സുകളും എല്ലാ കോളേജിലും ഇല്ല. ചില കോളേജ് നല്ലതാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് അവിടെ കാണത്തില്ല. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഒരു കോഴ്സ് വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കോളേജിൽ അവിടെ കാണത്തില്ല. പല രീതിയിൽ കൂടെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടാൻ അത്ര ഈസി അല്ല. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല റാങ്ക് സമ്പാദിക്കുക. പലരും ഇതിനെ ഇനി പഠിക്കാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ചുമ്മാതെ പോയി എഴുതാം, ഒന്നും പേടിക്കാനില്ല. അതാണ്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമുക്കിത് റാങ്ക് നന്നായിട്ട് കുറഞ്ഞു പോകും. 30,000, 35,000 ഒക്കെ റാങ്ക് ഉള്ളവരുണ്ട്, 40,000 റാങ്ക് ഉള്ളവരുണ്ട്, 45,000 റാങ്ക് ഉള്ളവരുണ്ട്. അവരൊക്കെ കോളേജ് പഠിക്കും. പക്ഷെ പഠിക്കുമ്പോൾ നമുക്ക് ഈ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ കോളേജ് കിട്ടണമെന്നില്ല. ക്യാമ്പസ് സെലക്ഷന്റെ എണ്ണം നന്നായി കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഒരു പേരന്റ് ഒരാളെ കൊണ്ട് വിടുന്നത്. അപ്പോൾ ക്യാമ്പസ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പഠിച്ചിറങ്ങി വെളിയിൽ പോയി ഒരു ജോലി സമ്പാദിക്കുന്നതിനേക്കാളും നല്ലത് പഠിക്കുമ്പോൾ തന്നെ ലാസ്റ്റ് ഇയറിൽ കിട്ടുന്ന ജോബ് വളരെ ഓപ്പർച്യൂണിറ്റി, നല്ല സംഭവമാണ്. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് പിന്നുള്ള കോളേജിലോട്ട് പിന്നെ മറ്റുള്ള ഏതെങ്കിലും ഒരു ജോലിക്ക് പോകാൻ വളരെ ഈസിയാണ്. അതുകൊണ്ട് എപ്പോഴും ക്യാമ്പസ് ഇന്റർവ്യൂ തന്നെ ജോലി സമ്പാദിക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇപ്പോഴും CS തന്നെയാണ്. ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. CS-ന്റെ പല ബ്രാഞ്ചസുകളുണ്ട് കേട്ടോ. ഇനി അതും പുതിയ പുതിയ കോളേജസുകളിൽ അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾ പല കോളേജിലും തുടങ്ങിയെന്ന് പറയും. അതൊക്കെ നിങ്ങൾ അംഗീകാരം ഉണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. അല്ലാതെ ചിലപ്പോൾ തുടങ്ങിയത് കൊണ്ട് ചിലപ്പം അംഗീകാരം കിട്ടണമെന്നില്ല. അതും നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇലക്ട്രോണിക്സ്, നെക്സ്റ്റ് ട്രിപ്പിളി, പിന്നെ മെക്കാനിക്കൽ. ഇങ്ങനെ കുറെ കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു 5-6 എണ്ണം എടുക്കണം. അതിനുള്ളിൽ നിന്നും ഏതൊക്കെ കോളേജുകൾ അതിനുണ്ട് നിങ്ങളുടെ അടുത്തുള്ളത്, ഇങ്ങനെ പല കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് വേണം ഇവനെ പഠിച്ചെടുക്കാൻ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഏറ്റവും നല്ലൊരു 20,000 താഴെയെങ്കിലും റാങ്ക് എത്തിക്കാൻ ശ്രമിക്കുക. 20,000 താഴെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു കോളേജ് കിട്ടും. 10,000-ന്റെ റാങ്കിന് ഞാൻ പറഞ്ഞു റേഞ്ച് 360 to 380 ആണ്. ഇതിന്റെ ഇതൊക്കെ അടുത്ത ദിവസം ഞാൻ കൃത്യമായിട്ട് 20,000, 25,000-ന്റെ ഒക്കെ ഏകദേശം മാർക്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് പറയും. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് ഇത് മാത്രം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. പല ദിവസങ്ങളുടെ പല ഐഡിയാസുകൾ നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സിലുണ്ട്, ജോയിൻ ചെയ്യാം. മാത്സ് ആണ് ഇന്നത്തെ സൂപ്പർ ആള്. ഇവനെ പഠിച്ചെടുക്കാതെ നമുക്കൊരു പ്രയോജനമില്ല. ഓക്കെ, ഏറ്റവും സ്പീഡിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും ടൈം കുറച്ച് ഉപയോഗിക്കുക ഓരോ പ്രോബ്ലവും. അതിനു വേണ്ടിയുള്ള ക്ലാസ് കിട്ടും, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിക്കുള്ള മെറ്റീരിയലും അതിന്റെ കൂടെ ലഭിക്കുന്നതായിരിക്കും. ആകെയുള്ള ഫീസ് ഇത്രമേ ഉള്ളൂ. ഓക്കെ, ആകെ ഇത്രയേ ഉള്ളൂ. ഇനി മാത്സ് ഉള്ളി ആണെങ്കിൽ ഇത്രമേ ഉള്ളൂ. ഓക്കെ, മാത്സ് ഉള്ളി ആണെങ്കിൽ ഇതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും പഠിക്കാനുള്ള നന്നായിട്ടുള്ള മനസ്സങ്ങോട്ട് ഉണ്ടാവട്ടെ. +2 പഠിച്ചതിന്റെ 10 മടങ്ങ് പഠിക്കാനുള്ള മനസ്സുണ്ടാവണം, എന്നെങ്കിലേ ഇത് കിട്ടത്തുള്ളൂ. അല്ലാതെ +2 പോലെ കുറച്ച് പഠിച്ച് കുറച്ച് ചോദ്യങ്ങളുടെ എണ്ണം പറഞ്ഞ് പഠിച്ചാൽ ഒരു പ്രയോജനമില്ല. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.